അസ്സലാമു അലൈക്കും. അപ്പോൾ ഇഡ്ഡലി, ദോശ, പുട്ട് ഇതൊക്കെ കഴിച്ചിട്ട് ചില സമയത്തൊക്കെ നമുക്കൊരു വെറൈറ്റി പിടിക്കണമെന്ന് തോന്നില്ലേ? അപ്പോൾ കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓട്സ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പാലിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഇൻസ്റ്റൻറ്റ് ഓട്സ് ഇല്ലേ, സാധാ ഓട്സ്, അതൊരു 4 ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഓട്സ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്, സാധാരണ നമുക്ക് എല്ലാ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 3 ഡേറ്റ്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് ആയപ്പോഴേക്കും നന്നായിട്ട് ഓട്സ് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനൊരു തിള വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കാവും കേട്ടോ. അപ്പോൾ ഇതിലും ലൈറ്റായിട്ട് വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടെ ചൂടുപാലോ ചൂടുവെള്ളമോ ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് തിക്കാവും. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആപ്പിൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഡേറ്റ്സ്, പഴം, അതുപോലെ തന്നെ ബദാം, പിന്നെ കുറച്ച് വാൾനട്ട്, നട്ട്സ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. കപ്പലണ്ടി ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ പപ്പായ ആയാലും മാംഗോ ആയാലും പേരയ്ക്ക ആയാലും ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഏത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും ഓട്സിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ലാസ്റ്റ് ഞാൻ പിന്നെ കുറച്ച് ചിയ സീഡ്സ് കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഹണി ചേർക്കുന്നുണ്ട്. ഹണി ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ ഒരു തിക്ക് കൺസിസ്റ്റൻസി ഇഷ്ടമില്ലാത്തവർക്ക് ചെറിയ ചൂട് പാലോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചൂട് വെള്ളമോ ചേർത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാം കേട്ടോ. വളരെ ഹെൽത്തിയാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒട്ടുമിക്ക പ്രോട്ടീനും ന്യൂട്രിയൻസും ഒക്കെ ഈ ഒരു ഓട്സ് റെസിപ്പിയിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു